ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമിതമായ വിധേയത്വവും ഒരുപാട് ബഹുമാനവുമായി നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെ നമ്മളൊന്ന് സൂക്ഷിക്കണം. ഒരുപാട് സ്നേഹം കാണിക്കും, കെയറിങ് കാണിക്കും, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, വാത്സല്യം, നമ്മളോടുള്ള അമിത പ്രതീക്ഷ, സർവോപരി മേഡം, സർ എന്നൊക്കെ വിളിച്ചിട്ട് വരും. ചിലർ മോളെ എന്ന് വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ മോളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തും എന്തെങ്കിലുമൊക്കെ ചേർക്കും. ആലോചിച്ചാൽ മതി. ഇന്നലെ വരെ മിത്രങ്ങളായിരുന്ന പല ആളുകളും ഇന്ന് ശത്രുപക്ഷത്ത് എന്തുകൊണ്ടാണ് എത്തിയത് എന്ന് ചിന്തിച്ചാൽ മതി, ബോധ്യപ്പെടും. കൂടെ നിന്ന എല്ലാ ആളുകളും ശത്രുക്കളാകുന്നെങ്കിൽ അത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് അനുകൂലമായി പറഞ്ഞ ആളുകൾ നാളെ പ്രതികൂലമായി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇറ്റലിയില് മാഫിയ ഡോണായി മാറിയ ഒരു കന്യാസ്ത്രീ, അവരാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ രൂപത്തിൽ ചർച്ചയാകുന്ന വ്യക്തി. ഈ കന്യാസ്ത്രീയെ പിടിയിലാകുന്ന സമയത്ത് പുറത്തു വരുന്നത് നമുക്ക് ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിനെ വെല്ലുന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ്. നേരത്തെ ജയിലുകൾ സന്ദർശിച്ച് ക്രിമിനലുകളെ സഹായിക്കുമായിരുന്നു. അതാണ് ഇവർ പ്രധാനമായിട്ടും ചെയ്തിരുന്ന ജോലി. അതിലിവർ പ്രത്യേകമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുകയും ചെയ്തിരുന്നു. സാത്താൻ സേവയും മയക്കുമരുന്ന് കച്ചവടവും ഒക്കെയായി വളർന്ന ക്രിമിനൽ സംഘത്തെ പോലീസ് പിടികൂടിയപ്പോൾ ഒടുവിൽ ഈ കന്യാസ്ത്രീയും പിടിയിലായി. ഇറ്റലിയിലെ വടക്കൻ നഗരമായ ബ്രസിയയിലാണ് ഇവരുടെ സംഘം പ്രവർത്തിച്ചിരുന്നത്. സിസ്റ്റർ അന്ന ഡൊണേലി എന്ന കന്യാസ്ത്രീയാണ് ഇപ്പോൾ അധോലോക സംഘത്തിനൊപ്പം പിടിയിലായിരിക്കുന്നത്. ഇറ്റലിയിലെ മിലാൻ നഗരത്തിലുള്ള സാൻ വിറ്റോർ ജയിലിൽ നേരത്തെ ഇവർ തടവുകാർക്ക് വേണ്ടി സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്നു. ജയിൽ സന്ദർശനത്തിനിടയിൽ ഇവർ പരിചയപ്പെട്ട അധോലോക നേതാക്കൾക്കായി പിന്നീട് ജയിലിന് പുറത്ത് അധോലോക രാജാക്കന്മാരുമായി ബന്ധപ്പെടുത്തിയിരുന്നത് ഇവരായിരുന്നു. ഇതാണിപ്പോൾ പുറത്തു വരുന്ന ചരിത്ര സത്യം. 57-കാരിയായ ഈ കന്യാസ്ത്രീ മിലാനിൽ സാമൂഹ്യ സേവന മേഖലകളിൽ ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇവര് നടത്തിയ സേവന പ്രവർത്തനങ്ങൾക്ക് മിലാൻ നഗരത്തിന്റെ പരമോന്നത പുരസ്കാരമായ ഗോൾഡൻ പനേട്ടോൺ കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. അത് നൽകി ഇവരെ അവർ ആദരിച്ചു. ജയിലില് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്ന നിലയിൽ തടവുകാർക്കിടയിൽ മികച്ച ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഇവർ ജയിലിൽ കഴിയുന്ന തടവുകാരും പുറത്തുള്ള അധോലോകവുമായിട്ടുള്ള ബന്ധത്തിലെ കണ്ണിയായി പ്രവർത്തിച്ചു. ഇതാണിപ്പോൾ പോലീസ് പുറത്തുവിടുന്ന യാഥാർത്ഥ്യം. കന്യാസ്ത്രീ എന്ന ആത്മീയ പരിവേഷം ഇവർ ദുരുപയോഗപ്പെടുത്തി. ഇതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ജയിലിൽ കഴിയുന്ന ഒരു കുറ്റവാളിയോട് അയാളുടെ കൂട്ടാളി ജയിലിന് പുറത്തുനിന്ന് നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നാണ് കന്യാസ്ത്രീ അധോലോകവുമായി ബന്ധമുണ്ട് എന്ന സൂചന ലഭിക്കുന്നത് ഇവർക്ക്. തടവുകാരനോട് കൂട്ടാളി പറഞ്ഞത്, താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സിസ്റ്റർ അന്ന ഡൊണേലിയോട് പറഞ്ഞാൽ മതിയെന്നും അവര് നമ്മുടെ സ്വന്തം ആളാണ് എന്നുമായിരുന്നു. ഈ ഓഡിയോ സന്ദേശമാണ് ലീക്കായത്. ഒന്നുകിൽ ഇത് പറഞ്ഞ ആള് പുറത്തുവിടണം, അതല്ലെങ്കിൽ കേട്ട ആള് പുറത്തുവിടണം. ഇവര് രണ്ടുപേരും റെക്കോർഡ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് മൂന്നാമതൊരാളിലേക്ക് ഇതെത്തിയത്. രണ്ടുപേരെയും സാരമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ ആരാണ് റിസ്ക് എടുത്തത് എന്നത് ഇനിയും തെളിയേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ കന്യാസ്ത്രീയുടെ അഭിഭാഷകൻ സംഭവത്തെക്കുറിച്ച് ഇനിയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എർദ്രാൻഘേട്ട എന്നറിയപ്പെടുന്ന മാഫിയ സംഘവുമായിട്ടാണ് കന്യാസ്ത്രീക്ക് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. 4 വർഷം മുമ്പാണ് ഈ അധോലോക സംഘം പ്രവർത്തനം ആരംഭിച്ചത്. 2 പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി എന്ന് പോലീസ് അറിയിച്ചു. ഇവരിൽ നിന്ന് 1.8 മില്യൺ യൂറോയും പിടിച്ചെടുത്തിട്ടുണ്ട്. പിടിയിലായ രാഷ്ട്രീയ നേതാക്കൾ ഇറ്റലിയിലെ ഭരണകക്ഷിയിൽപ്പെട്ടവരാണ് എന്നും പറയപ്പെടുന്നു. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. അനധികൃതമായ പണമിടപാട്, നിയമവിരുദ്ധമായി ആയുധങ്ങൾ കൈവശം വയ്ക്കൽ, മയക്കുമരുന്ന് കച്ചവടം തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് പ്രതികളുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇറ്റലിയിലെ ഒരു പിന്നോക്ക മേഖലയായ കലാബ്രിയയിൽ പ്രവർത്തനം ആരംഭിച്ച
എൻദ്രാൻകോട്ട എന്ന അധോലോക സംഘത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ ഇറ്റലിയിലും കടന്ന് യൂറോപ്പിലാകെ വ്യാപിച്ചിട്ടുണ്ട്. ഈ കന്യാസ്ത്രീയുടെ വിഷയം കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തെ സേവിച്ചിരുന്നവർ എന്ന് പറയുന്ന ആളുകളുടെ പിന്മുറക്കാർ ഈ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എത്രയോ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങളും കടുത്ത ആക്ഷേപങ്ങളും ചൊരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ BJP വക്താവും MP-യുമായ സംബിത് പത്ര. ഒരു കന്യാസ്ത്രീ ആ കന്യാസ്ത്രീ വേഷം ധരിച്ച് ആ വേഷത്തോട് നീതി പുലർത്തിയില്ല എന്നോ അതല്ലെങ്കിൽ ഇറ്റലി എന്ന രാജ്യത്തോട് കൂറു പുലർത്തിയിരുന്നില്ല എന്നോ പറയുന്ന ആളുകൾക്ക് ആദ്യം നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. രാഹുൽ വലിയ ഒറ്റുകാരനാണ് എന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധ നീക്കങ്ങളാണ് ഇയാൾ പുലർത്തിയിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ MP മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ രാജ്യവിരുദ്ധ ശക്തികളുമായി ബന്ധമുള്ള അയാളാണ് രാഹുൽ എന്നാണ് BJP-യുടെ ആരോപണം. ഇവിടെ ഒരു ത്രികോണം നിലനിൽക്കുന്നുണ്ടെന്നും അതിന്റെ ഒരു വശത്ത് അമേരിക്കയിൽ ഇരിക്കുന്ന ജോർജ് സോറോസും അമേരിക്കയിലെ ചില ഏജൻസികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ ഫൗണ്ടേഷനുമാണെന്ന് അദ്ദേഹം പറയുന്നു. ത്രികോണത്തിന്റെ മറ്റൊരു വശം ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് എന്ന പേരിലുള്ള ഒരു വലിയ വാർത്താ പോർട്ടലാണെന്നും മൂന്നാം കോണിൽ ഏറ്റവും വലിയ ഒറ്റുകാരനായ രാജ്യദ്രോഹി രാഹുൽ ഗാന്ധിയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ തനിക്ക് മടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന ആഗോള മാധ്യമ ഏജൻസിയായ OCCRP ഏജൻസിക്ക് പണം നൽകുന്നവരുടെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഫ്രഞ്ച് മാധ്യമമായ മീഡിയ പോർട്ട് റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള OCCRPയുടെ റിപ്പോർട്ടുകൾ കോൺഗ്രസ് നേതാവ് ഉപയോഗിച്ച ചില സന്ദർഭങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. ഒരു ഭാഗത്ത് ഒരു കന്യാസ്ത്രീ വേഷം ധരിച്ച ആൾ ക്രിമിനലുകൾക്ക് സഹായം ചെയ്യുന്നു. അധോലോക സംഘവുമായി ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രവർത്തിക്കാനുള്ളതും പറയാനുള്ളതും അറിയിക്കാനുള്ളതുമായ ഒരു മീഡിയയായി കന്യാസ്ത്രീ പ്രവർത്തിക്കുന്നു. ഇവിടെ നോക്ക്, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തേണ്ടുന്ന ഒരു വ്യക്തി ആത്മാർത്ഥതയില്ലാതെ രാജ്യവിരുദ്ധ ശക്തികളുമായി പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് എതിർഭാഗത്തുള്ള ഒരു വാർത്ത. ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു വാർത്ത, പർദ്ദയും മക്കനെയും ഇട്ട് ഖുർആൻ ഓതി മന്ത്രിച്ച് 596 പവനോളം കവർന്ന ഒരു ഷെമീനായെ കുറിച്ചിട്ടായിരുന്നു. അവരും അവിടെ ഉപയോഗിച്ചത് മതത്തെയാണ്. ഒരിടത്ത് കന്യാസ്ത്രീ വേഷവും ഒരിടത്ത് പർദ്ദയും മഫ്തയും ഒക്കെ അണിഞ്ഞ വേഷവും മറ്റൊരിടത്ത് രാജ്യരക്ഷകൻ ചമഞ്ഞ വേഷം. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്ന ത്രികോണം. കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസി വ്യവസായിയായ അബ്ദുൽ ഗഫൂർ എന്ന ഗൾഫിലൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഉള്ള വ്യക്തിയാണ്. മന്ത്രവാദിനിയാണ് എന്ന് പറഞ്ഞ് ഷെമീനയും കൂട്ടരും കൊലപ്പെടുത്തി. തല ഭിത്തിയിൽ ഇടിച്ചു എന്നാണ് DYSP KJ ജോൺസൺ റിപ്പോർട്ട് നൽകിയത്. ആസൂത്രിതമായിട്ടാണ് ആ മനുഷ്യനെ ഈ സംഘം കൊലപ്പെടുത്തുന്നത്. മന്ത്രവാദത്തിലൂടെ കൈക്കലാക്കിയ സ്വർണം തിരിച്ചു നൽകണം എന്ന ഒരു അവസ്ഥ എത്തിയതോടെ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നാണ് DYSP പറയുന്നത്. കേസിലെ മുഖ്യപ്രതിയായ ഷെമീന മന്ത്രവാദവും ആഭിചാരവും സ്ഥിരമാക്കിയ ആളാണെന്നും DYSP പറഞ്ഞു. പാത്തൂട്ടി എന്ന 13 വയസ്സുകാരി ഏർവാടിയിൽ നിന്ന് തന്റെ ശരീരത്തിൽ കയറിയെന്ന് വിശ്വസിപ്പിച്ചിട്ടാണ് ഇവർ മന്ത്രവാദം നടത്തിയത്. കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ ജ്വല്ലറികളിൽ തെളിവെടുപ്പ് നടത്തുമെന്നും DYSP അറിയിച്ചു. 2023 ഏപ്രിൽ 14-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സ്വാഭാവിക മരണമായിരുന്നു എന്ന് ബന്ധുക്കൾ കരുതി തുടർന്നാണ് മൃതദേഹം സംസ്കരിച്ചത്. പിന്നീടാണ് വീട്ടിൽ നിന്ന് 596 പവന്റെ സ്വർണം നഷ്ടമായി എന്ന കാര്യം ബന്ധുക്കൾ അറിയുന്നത്. ഇതോടെ മരണത്തിൽ സംശയം ഉണരുന്നു. അതിന് പിന്നാലെ അബ്ദുൽ ഗഫൂറിന്റെ മകൻ ബേക്കൽ പോലീസിൽ പരാതി നൽകുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നു. കൂളിക്കുന്ന് സ്വദേശിനി ഷെമീന, ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നീഫ, മധൂർ സ്വദേശി ആയിഷ, ഇവരൊക്കെ സ്വർണം കൈക്കലാക്കുന്നതിന് വേണ്ടി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തുകയായിരുന്നു. സ്വർണം ഇരട്ടിച്ചു നൽകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ പദ്ധതി ഇട്ടത്. അപ്പൊ ജിന്നുമ്മ സംഘത്തെ
പ്രവാസി വ്യവസായിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടൊക്കെ എന്താണ് വർക്കൗട്ട് ആയത് എന്ന് ചിന്തിച്ചാൽ മതി. ഈ 55-കാരനായ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ മന്ത്രവാദത്തിന്റെ ചുരുളുകൾ, മതതീവ്രവാദത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 3 സ്ത്രീകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. മധൂർ ഉളിയടത്തുക്കലിലെ TM ഉബൈസ് എന്ന 38-കാരൻ, അയാളാണ്. ഭാര്യ എന്നറിയപ്പെടുന്ന ജിന്നുമ. ഉദുമ മാങ്ങാട് കൂളിക്കുന്നിലെ ഷെമീമ എന്ന 38-കാരി. മന്ത്രവാദത്തിൽ സഹായിച്ചതാര പൂച്ചക്കാട്ടെ PM അസ്നിഫ എന്ന 34-കാരി. മധൂർ കൊല്ലിയയിലെ 40-കാരിയായ ആയിഷ. ഇവരെ 3 സ്ത്രീകളും ഒരു പുരുഷനും ചേർന്നപ്പോൾ വൻ വ്യവസായി അയാളുടെ അത്യാഗ്രഹം അയാളുടെ ജീവൻ എടുത്തു. ജോൺസണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു ഇവരെ എല്ലാവരെയും. 1 മുതൽ 3 വരെ പ്രതികൾക്കെതിരെ കൊലപാതകത്തിനും 4-ാം പ്രതിക്കെതിരെ വധശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവർ കാസർകോട്ടെ ജുവലറിയിൽ വിൽപ്പന നടത്തിയ 29 പവൻ സ്വർണവും കണ്ടെടുത്തു. ഹണി ട്രാപ്പ്, ജയിൽവാസം, പിന്നെ മന്ത്രവാദം. ഹണി ട്രാപ്പിലാണ് ഷെമീമയുടെ തുടക്കം. 2013 ഷെമീമ ചെറുവത്തൂർ സ്വദേശിയായ യുവാവുമായി ഫോൺ വഴി അടുപ്പത്തിലായി. യുവാവിനെ കാസർഗോട്ട് കൊണ്ടുവന്ന് പറ്റിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ശരി, ഒരാളെ പറ്റിക്കണമെങ്കിൽ അമിതമായ വിധേയത്വവും ഓവറായിട്ടുള്ള ബഹുമാനവും ഒക്കെ തന്നെ മതി. നമ്മൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചു പോയാൽ ഉറപ്പിച്ചോണം അവർ നാളത്തെ നമ്മുടെ പ്രത്യക്ഷമായിട്ടുള്ള ശത്രുവാണെന്ന്. അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കാന്, ആരെങ്കിലും വിശ്വസിക്കാന്, സ്നേഹിക്കാന്, അടുപ്പിച്ച് നിർത്താനൊക്കെ ഭയമായിരിക്കുന്നു. നന്ദി.